വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. നിഷ്കളങ്ക സ്നേഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രയാസങ്ങളോ എതിർപ്പുകളോ അതിനെ തടസ്സപ്പെടുത്തുകയില്ല. വലിയ ക്ലേശങ്ങളുടെ മധ്യത്തിലും അതുറച്ചു നിൽക്കും. ദുഷ്കരവും വിരസവുമായ അനുദിന ജീവിതത്തിൽ അത് സ്ഥിരതയോടെ പ്രവർത്തിക്കും. ദൈവത്തെ സംപ്രീതിപ്പെടുത്താൻ ഒരു കാര്യം മാത്രം മതിയെന്ന് അതറിയുന്നു. ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. സ്നേഹം എല്ലായ്പ്പോഴും സ്നേഹം. പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. അതിൻ്റെ പ്രകാശം അതിശയകരമാം വിധം സമൃദ്ധമാണ്. ദൈവത്തിന് അപ്രീതി ജനിപ്പിക്കുന്ന ഒന്നും അത് ചെയ്യുകയില്ല. ദൈവത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നവ ചെയ്യുന്നതിൽ അതിന് നൈപുണ്യമുണ്ടായിരിക്കും. ആർക്കും അതിനെ വെല്ലുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ യാഗം പോലെ അർപ്പിക്കപ്പെടാനും തന്നെ തന്നെ ശൂന്യവൽക്കരിക്കാനും അതിന് സന്തോഷമായിരിക്കും. എത്രമാത്രം നൽകുന്നുവോ അത്രമാത്രം സന്തോഷം അതനുഭവിക്കും. സ്നേഹത്തിന് കഴിയുന്നതുപോലെ അകലെ നിന്ന് അപകടം മണത്തറിയാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. എപ്രകാരം അനാവരണം ചെയ്യണമെന്നും ആരുമായി ഇടപെടണമെന്നും മറ്റും അതിന് നന്നായി അറിയാം. എൻ്റെ പീഡകൾക്ക് അറുതി വരികയാണ്. കർത്താവ് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് ലഭിക്കുന്നു. ഫാദർ ആൻഡ്രാഷ്, ഫാദർ സൊപ്പോച്കോ എന്നീ വൈദികരിലൂടെ എനിക്കത് ലഭിക്കുന്നതായി ഞാൻ കാണുന്നു. എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിനു മുൻപുള്ള ധ്യാന സമയത്ത് ഫാദർ ആൻഡ്രാഷിലൂടെ ആദ്യമായി പൂർണ്ണ സമാധാനം എനിക്ക് ലഭിച്ചു. പിന്നീട് ഫാദർ സൊപ്പോച്കോയും ആ വഴി തന്നെ എന്നെ നയിച്ചു. കർത്താവിൻ്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി. എനിക്ക് സമാധാനം ലഭിക്കുകയും ദൈവവഴികളെ പിന്തുടരാൻ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിച്ചു. ഞാൻ നടക്കുകയല്ല, ഓടുകയാണെന്ന് തോന്നി. പറക്കാനായി എൻ്റെ ചിറകുകൾ വിടർത്തി. സൂര്യൻ്റെ അഗ്നിയിലേക്ക് തന്നെ ഞാൻ പറന്നുയർന്നു. അവനിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ താഴോട്ടു വരികയില്ല. എൻ്റെ ആത്മാവ് അവനിൽ നിത്യമായി ഉൾച്ചേർന്നുപോയി. കൃപയുടെ പ്രവർത്തനത്തിനായി എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവം എൻ്റെ ആത്മാവിലേക്ക് താണിറങ്ങി. ഞാൻ പിന്മാറുകയോ അവിടുത്തെ പ്രതിരോധിക്കുകയോ ചെയ്തില്ല. പ്രത്യുത എൻ്റെ ഏക നിക്ഷേപം എന്ന പോലെ എന്നെ അവിടുത്തേക്ക് വിട്ടുകൊടുത്തു. കർത്താവുമായി ഞാൻ ഒന്നായി. സൃഷ്ടിയും സൃഷ്ടാവുമായുള്ള ഗർത്തം അപ്രത്യക്ഷമായി. കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ആത്മാവ് നിരന്തരമായ പാരിവശ്യത്തിലായിരുന്നു. ഒരു നിമിഷത്തേക്ക് പോലും ദൈവസാന്നിധ്യം എന്നിൽ നിന്ന് വിട്ടുപോയില്ല. കർത്താവുമായി നിരന്തരം സ്നേഹൈക്യത്തിൽ എൻ്റെ ആത്മാവ് നിലകൊണ്ടു. എന്നാൽ എൻ്റെ അനുദിന ചുമതലകൾ നിറവേറ്റുന്നതിന് ഇതൊന്നും തടസ്സമായിരുന്നില്ല. സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെട്ട പോലെ എനിക്ക് തോന്നി. കത്തിച്ചാമ്പലാകാതെ ഞാൻ ജ്വലിക്കുകയായിരുന്നു. ദൈവത്തിൽ ഞാൻ അവിരാമം ലയിച്ചുപോയി. ഭൂമിയിലാണെന്ന് പോലും ഓർക്കാത്ത വിധം കർത്താവ് വളരെ ശക്തിയോടും ബലത്തോടും കൂടി എന്നെ അവിടത്തോട് ചേർത്ത് നിർത്തി. വളരെ നാളുകളായി ദൈവകൃപകളെ ഞാൻ ഭയപ്പെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെ ഫാദർ ആൻഡ്രാഷിലൂടെ എല്ലാ തടസ്സങ്ങളും എടുത്തുമാറ്റി. എൻ്റെ ആത്മാവ് സൂര്യന് അഭിമുഖമായി അവിടുത്തെ പ്രകാശത്തിൽ അവിടത്തേക്ക് മാത്രമായി അത് വിടർന്നു പുഷ്പിച്ചു. മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല.